വൈശാഖ ഉത്സവത്തിനോട് അനുബന്ധിച്ച് വീണ്ടും കൊട്ടിയൂർ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഇത്തവണ കൊട്ടിയൂർ എത്തിയപ്പോഴേക്കും സാമാന്യം നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മഴ നനഞ്ഞാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. പോയ വർഷത്തെ അപേക്ഷിച്ച് ഒരുവിധം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ധാരാളം ഭക്തജനങ്ങളാണ് മഴ നനഞ്ഞുകൊണ്ട് ക്ഷേത്ര സന്ദർശനത്തിനായി ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. പോയ വർഷത്തെ അപേക്ഷിച്ച് ഭക്തജനങ്ങൾക്ക് മഴ നനയാതിരിക്കാനും വെയിൽ കൊള്ളാതിരിക്കാനുമായി നിർമ്മിച്ചിരിക്കുന്ന പന്തലുകൾ ഇവിടെ കാണാവുന്നതാണ്. ബാവലിപ്പുഴ കടന്നു വേണം അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തിച്ചേരാൻ. ഈ ബാവലിപ്പുഴയിൽ കുളിച്ച് ഈറനായിട്ട് വേണം കൊട്ടിയൂർ സന്ദർശിക്കാൻ എന്നാണ് ഐതിഹ്യം. ഈ കാണുന്നതാണ് ബാവലിപ്പുഴ. ഇത്തവണ മഴ തീരെ കുറവായതുകൊണ്ട് തന്നെ ബാവലിപ്പുഴയിൽ വെള്ളം തീരെ കുറവായിട്ടാണ് അനുഭവപ്പെട്ടത്. ബാവലിപ്പുഴയിൽ തടയണ കെട്ടുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിന് ബാവലിക്കെട്ട് എന്നാണ് പറയുന്നത്. ബാവലിപ്പുഴ കടന്ന് ഞാൻ തിരുവഞ്ചിറയിലേക്ക് പ്രവേശിച്ചു. ഇന്നിവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കർണാടകത്തിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ എത്തിയതോടുകൂടിയാണ് ഇവിടെ തിരക്ക് കൂടുതലായതെന്നാണ് പറയപ്പെടുന്നത്. മണിത്തറയിലെത്തി നേരിട്ട് ദർശനം നടത്തണമെങ്കിൽ ക്യൂ നിൽക്കേണ്ടി വരും. ബാവലിപ്പുഴ കടക്കുമ്പോൾ തന്നെ ദർശനത്തിനുള്ള പ്രത്യേക ക്യൂ കണ്ടു തുടങ്ങും. ധാരാളം സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരും. കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയിരുന്നത് കൊണ്ട് തന്നെ മണിക്കൂറുകൾ പലപ്പോഴും ക്യൂ നിൽക്കേണ്ടതായി വരുന്നു. ഇവിടെ എത്തുന്ന തീർത്ഥാടകരിൽ ഏതാണ്ട് ഒരു നല്ല ശതമാനവും ക്യൂ നിന്ന് തന്നെയാണ് ഇവിടെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ മണിത്തറയിലെത്തി സ്വയംഭൂ ശിവലിംഗത്തിൽ ദർശനം നടത്തി കാണിക്ക സമർപ്പിച്ച് തിരുവഞ്ചിറയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് പരാശക്തിയുടെ സാന്നിധ്യമുള്ള അമ്മാറക്കല്ലിന് സമീപമെത്തി തൊഴുത് കാണിക്ക സമർപ്പിച്ച് തിരുവഞ്ചിറയിലൂടെ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. അക്കരെ കൊട്ടിയൂരിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് തന്നെ തിരുവഞ്ചിറയിലൂടെയുള്ള പ്രദക്ഷിണവും ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്ന കാണിക്കയുമാണ്. ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിച്ച് തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം വീണ്ടും തിരുവഞ്ചിറയിലേക്ക് പ്രവേശിച്ചാൽ പ്രായശ്ചിത്തം എന്നോണം ഭണ്ഡാരത്തിൽ കാണിക്ക സമർപ്പിക്കണം എന്നാണ് ഇവിടുത്തെ ചടങ്ങ്. ഇവിടം ദക്ഷയാഗം നടന്ന സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഇതൊരു വനപ്രദേശം കൂടിയായതുകൊണ്ട് തന്നെ ഈ ഉത്സവത്തിന് ശേഷം വീണ്ടും അടുത്ത വർഷം മാത്രമേ ഇങ്ങോട്ടേക്ക് എല്ലാവർക്കും പ്രവേശനമുള്ളൂ. യാഗഭൂമി എന്നറിയപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിരവധിയായ താൽക്കാലിക കുടിലുകളാണ് കാണാൻ സാധിക്കുക. പുരാണത്തിലെ ദക്ഷയാഗം നടന്ന സ്ഥലം എന്നാണ് വിശ്വാസം. ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത്. മലയാള മാസമായ ഇടവത്തിലെ ചോതി വരുന്ന ദിവസം മുതലാണ് ഉത്സവം തുടങ്ങുക. ഇളനീരാട്ടത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. ആദ്യം കണ്ടെത്തിയ ശിവലിംഗം അടങ്ങിയത് ആദ്യത്തെ ഇളനീർ അഭിഷേകം നടത്തിയതിനു ശേഷമാണ്. അതുകൊണ്ടാണ് കൊട്ടിയൂരിലെ പ്രധാന അഭിഷേക ചടങ്ങ് ഇളനീരാട്ടം ആയി മാറിയത്. 28 ദിവസത്തിനു ശേഷം തിരുകലശാട്ടത്തോടെ ഉത്സവം സമാപിക്കുന്നു. മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പ്രത്യേകം അധികാരങ്ങളും അവകാശങ്ങളും ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകളിൽ മാറ്റിവെച്ചിട്ടുണ്ട്. കുറിച്യ വിഭാഗത്തിൽപ്പെട്ട ഒറ്റപ്പിലാനാണ് ആദ്യത്തെ അഭിഷേകം നടത്തേണ്ടത്. താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അളവ് തിരിച്ചു നൽകാനുള്ള അവകാശം ആശാരിക്കാണ്. വിവിധ ദൈവസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുന്ന ഓലക്കുടകൾ നിർമ്മിച്ചു നൽകേണ്ടത് കണിയാന്മാരാണ്. അഭിഷേകത്തിനുള്ള നെയ്യ് കൊണ്ടുവരേണ്ടത് നായർ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇളനീരാട്ടത്തിനുള്ള ഇളനീർ എഴുന്നള്ളിക്കേണ്ടത് തീയർ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. കത്തിക്കുവാനുള്ള വിളക്കുതിരി കൊണ്ടുവരുവാനുള്ള അവകാശം ചാലിയ സമുദായക്കാർക്കാണ്. ഉത്സവത്തിനു മുന്നോടിയായി നീരെഴുന്നള്ളത്തുണ്ട്. ബാവലിക്കരയിൽ വിഗ്രഹം കണ്ടെത്തിയതിന്റെ അനുസ്മരണ ചടങ്ങാണിത്. സ്ഥാനികരും അവകാശികളും അടങ്ങുന്ന സംഘം
പൂവേലിയിൽ ബാവലി തീർത്ഥം ശേഖരിച്ച് മണിത്തറയിലുള്ള ദേവസ്ഥാനത്ത് അർപ്പിക്കുന്നതാണിത്. മണത്തണയിലെ ഒരു ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭണ്ഡാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരുന്ന ചടങ്ങാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്കരെ ദേവസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. ഇടവത്തിലെ ചോദ്യനാളിൽ മുതിരേരിക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഒരു വാൾ അക്കരെ കൊട്ടിയൂരിലേക്ക് ഉത്സവം തുടങ്ങാനായി കൊണ്ടുവരുന്നു. ഈ വാളുകൊണ്ടാണ് വീരഭദ്രൻ ദക്ഷനെ വധിച്ചത് എന്നാണ് വിശ്വാസം. മുതിരേരിക്കാവിൽ ഈ വാൾ നിത്യവും പൂജിക്കപ്പെടുന്നു. കൊട്ടിയൂരിലെ ഈ ഉത്സവം ദക്ഷയാഗത്തിന് സമാനമാണ് എന്ന് കരുതപ്പെടുന്നു. ഈ ഉത്സവത്തിനോടനുബന്ധിച്ച് പ്രധാന ചടങ്ങുകൾ നെയ്യാട്ടം, ഇളനീരാട്ടം എന്നിവയാണ്. മലബാറിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് കൊട്ടിയൂർ വൈശാഖോത്സവം. മലയാള മാസമായ ഇടവത്തിലെ ചോതി നക്ഷത്രം മുതൽ മിഥുനത്തിലെ ചിത്തിര നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ഈ കാലയളവിൽ അക്കരെ കൊട്ടിയൂരിലെ താൽക്കാലിക കുടിലുകളിലുമാണ് പൂജകൾ നടക്കുന്നത്. അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്ര ഗോപുരങ്ങളോ നിർമ്മിതികളോ ഇല്ല. തിരുവഞ്ചിറ എന്നു പേരുള്ള വലിയൊരു തടാകത്തിനു മധ്യേയുള്ള പ്രകൃതിദത്തമായ മണിത്തറയിലെ സ്വയംഭൂവായ ശിവലിംഗമാണുള്ളത്. ഇളനീർ കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത്. തുമ്പയും തുളസിയും കൂവളത്തിലയുമാണ് മണിത്തറയിൽ ഉപയോഗിക്കുന്നത്. ഭക്തർക്ക് പ്രസാദവും ഭക്ഷണവും മലവാഴയുടെ ഇലയിലാണ് നൽകുന്നത്. അക്കരെ കൊട്ടിയൂർ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഇക്കരെ കൊട്ടിയൂർ സന്ദർശിക്കണമെന്നാണ് ആചാരം. അതുകൊണ്ട് തന്നെ അക്കരെ കൊട്ടിയൂരെ സന്ദർശനം പൂർത്തിയാക്കി ഇക്കരെ കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു. അക്കരെ കൊട്ടിയൂരെ ചടങ്ങുകൾ അവസാനിച്ച് വീരഭദ്രന്റെ വാൾ ഇക്കരെ കൊട്ടിയൂരിലെത്തുമ്പോഴേക്കാണ് ഇക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രനട തുറക്കുക. അതുവരെയുള്ള ഒരു മാസക്കാലത്തോളം ഇക്കരെ കൊട്ടിയൂർ അടഞ്ഞുകിടക്കും. അക്കരെ കൊട്ടിയൂരിലെയും ശേഷം ഇക്കരെ കൊട്ടിയൂരിലെയും ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് കടന്നു.